ഹലോ മക്കളെ, റെയിൻ അംബർല പ്രോബ്ലത്തിലെ കേസ് 2 പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അംബർല മൂവിങ് ആയിട്ടുള്ള കേസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു സൈക്കിൾ ഓടിച്ചു പോകുകയെന്ന് വെച്ചോളൂ. അപ്പം മഴ പെയ്തു. ഓക്കെ, അപ്പം നമ്മൾ കുട നിവർത്തുകയാണെങ്കിൽ നേരെ കുത്തനെ പിടിച്ചു കഴിഞ്ഞാൽ, വെർട്ടിക്കലായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നിൽ നിന്ന് നനയും. കുറച്ച് ചരിച്ച് പിടിക്കണം. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ആക്സിഡൻ്റ് ആവും. പക്ഷേ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ. അംബർല മൂവിങ് ആണെങ്കിൽ ഈ റെയിൻ അംബർല പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അംബർല റെസ്റ്റിലാണെങ്കിൽ, അതാണ് കേസ് 1 പ്രോബ്ലം. അതെന്താ, അംബർല റെസ്റ്റിലാണെങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്താൽ മതി അംബർല, കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കേസ്. ഇനി കേസ് 2 അംബർല മൂവിങ് ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. ഓക്കെ, എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. നോക്കൂ, എന്നാൽ ഇതാ, റെയിൻ ഈസ് ഫോളിങ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 മീറ്റർ പെർ സെക്കൻഡ്. അത് നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ NCERTയിലെ സോൾഡ് എക്സാമ്പിളാണ് ഇത്. റെയിൻ ഈസ് ഫോളിങ് വിത്ത് എ വെലോസിറ്റി 35 meter per second. 35 meter per second. Okay, yes. പിന്നെ എ വുമൺ റൈഡ്സ് എ ബൈസൈക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 12 meter per second ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. നമുക്കറിയാം ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഈസ്റ്റിന് വെസ്റ്റിലേക്ക് വുമൺ ബൈസൈക്കിൾ റൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അംബർല. വുമൻ്റെ കയ്യിലാണ് അംബർല ഉള്ളത്, അല്ലേ. അപ്പോൾ വെലോസിറ്റി ഓഫ് അംബർല എന്ന് വേണേൽ നമുക്ക് കൊടുക്കാം. എത്രയത്? 12 meter per second. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഹീ ഷുഡ് ഹോൾഡ് ഹെർ അംബർല? അംബർല ഹോൾഡ് ചെയ്യേണ്ട ഡയറക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാണേണ്ടതുള്ളൂ. ഓക്കെ, ഡയറക്ഷൻ വെച്ചാൽ കറക്റ്റ് ആംഗിൾ കാണണം, വാല്യൂസ് തന്നുകൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെയാണുള്ളത്. ഇത് വെലോസിറ്റി ഓഫ് റെയിൻ, ഇത് വെലോസിറ്റി ഓഫ് അംബർല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അംബർല മൂവിങ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർലയിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഹോൾഡ് ചെയ്യണം. എന്ത്? അംബർല. കുട പിടിക്കേണ്ടത് ഏതിനായിട്ടാ? റിലേറ്റീവ് വെലോസിറ്റി അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് റെയിൻ മൈനസ് വെലോസിറ്റി ഓഫ് അംബർല. വെക്ടർ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് റെയിൻ അങ്ങനെ തന്നെ ഇടുക, പ്ലസ് എന്നിട്ട് വെലോസിറ്റി ഓഫ് അംബർല റിവേഴ്സ് ചെയ്യുക, നേരെ തിരിച്ചിട്ടിട്ട് ആഡ് ചെയ്യുക. അതാണ് നമ്മളെ വെക്ടർ സബ്ട്രാക്ഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇത് റീഡ്രോ ചെയ്യാം. നോക്കൂ, വെലോസിറ്റി ഓഫ് റെയിൻ അങ്ങനെ തന്നെ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇട്ടു. വെലോസിറ്റി ഓഫ് റെയിൻ എത്രയത്? 35 meter per second. ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ വെസ്റ്റിലേക്കുള്ള അംബർലയുടെ വെലോസിറ്റി നേരെ തിരിച്ചിടുക, അങ്ങോട്ടേക്ക് ഈസ്റ്റിലേക്ക് ഇടുക. അതാണ് വെലോസിറ്റി മൈനസ് വെലോസിറ്റി ഓഫ് അംബർല. അത് എത്രയാണ്? 12 meter per second. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വെലോസിറ്റിയും കൂടെ ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇങ്ങനെ കിട്ടും. ഇത് രണ്ടിൻ്റെയും കൂടെ റിസൾട്ടിന് ഇതാ ഇങ്ങനെ കിട്ടി. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർല. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അംബർല നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർല. അപ്പോൾ നമ്മുടെ നോർമലി നമ്മൾ വെർട്ടിക്കലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അംബർല ഹോൾഡ് ചെയ്യാറ്. അപ്പോൾ ഈ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് അംബർല. ഓക്കെ, ഇതാണ് അംബർല നമ്മുടെ. അപ്പോൾ ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ടാൻ തീറ്റ കാണാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇത് ഓപ്പോസിറ്റാണ്. ഇത് 12 അല്ലേ, വെലോസിറ്റി ഓഫ് അംബർല. ഇത് എത്രയാ? 35. ഇത് 35. ഇത് 35. അപ്പോൾ 12/35. ഇപ്പോൾ എത്ര കിട്ടിയ? 0.343 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0.343. അത് നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുക 19 ഡിഗ്രി എന്നാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു അംബർലയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അംബർല ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ദ വുമൺ ഷുഡ് ഹോൾഡ് ഹെർ അംബർല
at an angle 19 degree towards west with vertical. വെർട്ടിക്കലുമായിട്ട് 90 ഡിഗ്രി വെസ്റ്റിലേക്ക് ചരിച്ച് പിടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ തന്നെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, അപ്പോൾ ബൈസക്കിൾ അങ്ങോട്ടേക്കാണ്, റെയിൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മളെങ്ങനെയാണ് പിടിക്കുന്നത്? മുന്നോട്ടേക്ക് ചരിച്ചാൽ പിടിക്കണ്ടേ? അത്രയേ ഉള്ളൂ. അത് നമ്മൾ വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താ? പ്രോബ്ലത്തിൽ റെയിൻ അംബ്രല പ്രോബ്ലം 2 എണ്ണമാണുള്ളത്. അംബ്രല റെസ്റ്റിലായിട്ടുള്ള കേസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കേസ് 1 നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അതിൽ അംബ്രല റെസ്റ്റിലാണ്, ബോയ് റെസ്റ്റിലായിട്ടുള്ള ഒരു കേസാണ്. പിന്നെ ഉള്ളത് ഈ കേസ് അംബ്രല മൂവിങ് ആണ്, വുമൺ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന കേസ്. ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്ന കേസിൽ റിലേറ്റീവ് വെലോസിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. റെസ്റ്റിലാകുന്ന കേസ് റിസൾട്ടൻ്റ് വെലോസിറ്റി അഗെയിൻസ്റ്റ് ആയിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.